കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിദേശ മന്ത്രിമാർ. ആഗോള നിക്ഷേപക ഉച്ചകോടിയിലാണ് UAE ബഹ്റൈൻ മന്ത്രിമാരുടെ പ്രഖ്യാപനം. കേരളം മുന്നോട്ട് വയ്ക്കുന്നത് വലിയ സാധ്യതകളാണെന്ന് വിദേശ മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് വിദേശമന്ത്രിമാർ കേരളത്തിലെ നിക്ഷേപക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ചരിത്രപരമായ സാമ്പത്തിക പങ്കാളിത്തത്തിൽ ശ്രദ്ധേയമായ വളർച്ചയുണ്ടായിട്ടുണ്ടെന്നും ഇന്ത്യ UAEയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണെന്നും UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാരി പറഞ്ഞു. ഭക്ഷ്യസംസ്കരണം, ടൂറിസം, സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, ബഹിരാകാശം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ കേരളവുമായി സഹകരിക്കാൻ UAE താൽപ്പര്യപ്പെടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. Tourism is the most important aspect. I've been to Kerala more than 8 to 9 times, twice on a business. This is one of them. But most of my time here in Kerala was for tourism. Talent and skills. Kerala is actually boosting actually the talent in the state. Fourth, healthcare. Healthcare and health tech and advancement of healthcare is an interest for the UAE's investment in from private sector and sovereign funds. ഉച്ചകോടിയിൽ 22-അംഗ സംഘത്തെയാണ് അൽമാരി നയിക്കുന്നത്. അതേസമയം ഭക്ഷ്യസുരക്ഷ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരളവുമായി പങ്കാളിത്തം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദേൽ ഫുഖ്രു വ്യക്തമാക്കി. Today both Bahrain and India are experiencing transformational economic growth, and we see big opportunities for collaboration with Kerala specifically in the following sectors. First, technology and fintech. Bahrain, as many of you may know, is a regional leader in digital transformation and fintech innovation, and we encourage Kerala's tech entrepreneurs and IT firms to tap into the rapidly expanding Middle East market through Bahrain. Bahrain remains committed to deepening its ties with Kerala and India at large, ensuring our trade and investment relations continue to flourish and evolve. ഇതിനിടെ വ്യവസായി കരൺ അദാനിയും ഉദ്ഘാടന വേദിയിൽ നിർണായക പ്രഖ്യാപനം നടത്തി. 5 വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിൽ 30,000 കോടി നിക്ഷേപിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള 20,000 കോടി രൂപയുടെ അധിക നിക്ഷേപവും ഇതിൽ ഉൾപ്പെടുമെന്നും കരൺ അദാനി പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.